വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊണ്ടോട്ടി ഉപജില്ലാ കലോത്സവം നടക്കുമ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങളും സ്കൂളിന്റെ പുരോഗതിയുമെല്ലാം ചർച്ച ചെയ്യപ്പെടുകയാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അവർക്കൊപ്പം ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ വരുമ്പോഴും എല്ലാവിധ സൗകര്യവും ഇവിടെയുണ്ട്. അതിന്റെ അഭിപ്രായങ്ങൾ തേടുകയാണ്. അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് കൊണ്ടോട്ടി EMBA സ്കൂളിലെ ബഷീർ തൊട്ടിയനാണ്. ഈ ഒരു സ്കൂളിലെ ഒരു ഉപജില്ലാ കലോത്സവം സമാപിക്കാൻ ഒരുങ്ങുകയാണ്. ഇവിടുത്തെ ഒരു സൗകര്യങ്ങളും മറ്റ് കാര്യങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? ഈ ഉപജില്ലാ കലോത്സവം തുടങ്ങിയ ആ ദിവസം മുതൽ ഞങ്ങളൊക്കെ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യം, സ്ഥിരമായി ഉപജില്ലാ കലോത്സവം നടത്താൻ പറ്റിയ വേദിയാക്കി വാഴക്കാട് സ്കൂൾ മാറ്റണം എന്നുള്ള അഭിപ്രായമാണ്. കാരണം കൊണ്ടോട്ടി ഉപജില്ലയിൽ എന്നല്ല, മലപ്പുറം ജില്ലയിൽ തന്നെ ഇത്രയും അധികം സൗകര്യമുള്ള ഒരു സ്കൂളില്ല എന്നുള്ളതാണ്. ഓരോ വേദികളും അത് പെർഫെക്റ്റ് ആണ്. ഇപ്പൊ വേദി ഒന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് തറ പിന്നെ സിമെന്റിന്റെ തറയാണ്. അത് മാത്രമല്ല അതിന്റെ പുറകു ഭാഗത്ത് എത്ര ടീമിന് വേണമെങ്കിലും ഏകദേശം വിശ്രമിക്കാൻ, അതായത് ഒരു ഗ്രൂപ്പ് ഐറ്റംസ് കയറുന്നതിന് മുമ്പ് ഈ കുട്ടികൾക്ക് മുന്നൊരുക്കങ്ങൾ ഉണ്ടാവും. ആ മുന്നൊരുക്കം വിശ്രമിച്ച് ചെയ്യാവുന്ന എല്ലാ സാധനവും വേദി ഒന്നിനെടുത്തുണ്ട്. വേദി 2 അതുപോലെ തന്നെ എന്താണ് തറയാണ്. വേദി 3 ഇതും തറയാണ്. അപ്പൊ ഈ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നമ്മള് പിന്നെ ഈ ക്ലാസിക്കൽ നൃത്തങ്ങളാവട്ടെ അല്ലെങ്കിൽ കോൽക്കളി ഒപ്പന പോലുള്ള മത്സരങ്ങളൊക്കെ അവർക്കൊക്കെ ഏറ്റവും നല്ലത് ഈ വെച്ച് കെട്ടി ഉണ്ടാക്കിയതിനേക്കാൾ നല്ലത് തറയിലുണ്ടാകുന്ന സ്റ്റേജുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഏറ്റവും നല്ല സൗകര്യങ്ങളാണ് കുട്ടികൾ അനുഭവിച്ചത്. പിന്നെ 5 വേദികൾ, ഈ വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുക, ആ രീതിക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും ഈ വാഴക്കാട് സൗകര്യം ഉണ്ടെന്നുള്ളത് എന്റെ മാത്രം അഭിപ്രായമല്ല. ഞങ്ങൾ ഇന്നലെ അധ്യാപകർ കൂടി ഇരിക്കുമ്പോൾ പൊതുവെ പറയുന്നത് കൊണ്ടോട്ടി ഉപജില്ലയുടെ മത്സരങ്ങൾ സ്ഥിരമായിട്ട് വാഴക്കാട് നടത്തിയാൽ മതി എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം. നിലവില് പിന്നെ എല്ലാ സ്റ്റേജുകളുടെ മുന്നിലും ഇന്റർലോക്ക് പൊടി പാറുന്നില്ല. പിന്നെ ആ രീതിയിലൊക്കെ ഉള്ള വലിയ പിന്നെ ഒരു പ്രതികരണമാണ് പലരും പറയുന്നത്. ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ പറഞ്ഞത്, മറ്റ് ഒരു സ്കൂളും ഇല്ലാത്ത സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിന് മുന്നിൽ കെട്ടിയ പന്തലുകളാവട്ടെ, അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ആവട്ടെ, പിന്നെ ഈ പറഞ്ഞ മാതിരി ഇന്റർലോക്ക് സംവിധാനങ്ങൾ ഒരാൾക്കും ഒരു പ്രയാസമില്ല. അപ്പൊ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ കുട്ടികൾക്ക് റിഹേഴ്സൽ നടത്താനും മാറ്റാനും സൗകര്യങ്ങൾ പല ഇതിലും പോയി കഴിഞ്ഞാൽ ഓരോ റൂമിനകത്തും 5-6 സ്കൂള് കുത്തി നിറച്ചിട്ടുണ്ടാവുക. അപ്പൊ ഒരു റൂമിനകത്ത് തന്നെ 5-6 സ്കൂളുകൾ മാറ്റാനും കൊടുത്തു കഴിഞ്ഞാൽ അത് അസൗകര്യം ഉണ്ടാവാറുണ്ട്. ഇവിടെ റൂമുകളും വളരെ സൗകര്യമാണ്. അതിനകത്തുള്ള ഫർണിച്ചർ സൗകര്യങ്ങളാണ് എല്ലാം കൊണ്ട് എന്താണ് നമ്പർ 1 ആയിട്ടാണ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ആളുകളുടെ ഒരു സ്വീകരണം അഥവാ ഇവിടുത്തെ കമ്മിറ്റി അല്ലെങ്കിൽ നാട്ടുകാർ അവരുടെ ഒരു പ്രതികരണം എത്രമാത്രം പോസിറ്റീവാണ്? നാട്ടുകാർ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അത് ഇവിടുത്തെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ഇവിടുത്തെ SMC കമ്മിറ്റി മുതൽ PTA മുതൽ എല്ലാ ആൾക്കാരും എല്ലാ ഭാഗത്തും നിറഞ്ഞു നിൽക്കുകയാണ്. നാട്ടുകാരും ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു പരാതി, കഴിഞ്ഞ വർഷങ്ങളിലുള്ള അത്ര ഒരു കാണികളായിട്ടുള്ള ആൾക്കാരുടെ ഒരു തിരക്ക് കുറവുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പല മത്സരങ്ങളും വൈകുന്നേരം കഴിഞ്ഞിട്ട് നടക്കും, ആ സമയത്ത് നടന്നു. പക്ഷെ ഇന്നലെ ഒപ്പനക്കുണ്ടായ ജനക്കൂട്ടം എന്ന് പറയുന്നത് അവിടെ ഒരു മണൽത്തരി വീണാൽ പോലും പിന്നെ താഴേക്ക് പതിക്കാത്ത രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. പക്ഷെ പൊതുവെ 5 വേദികൾ, 2 വേദി ഗ്രൗണ്ടിലാണ് ജിഗ്ര പാക്കാണ്ട വേദിയാണ്, അതും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടേക്കൊക്കെ എന്ന് വെച്ചാൽ ഈ പബ്ലിക് നാട്ടുകാരുണ്ട്. മറ്റു സ്ഥലങ്ങളിലുള്ള ഓഡിയൻസിന്റെ ഒരു ചെറിയ കുറവ്. പകൽ സമയങ്ങളിലാണ് കൂടുതൽ മത്സരങ്ങൾ നടക്കുന്നത്. നിങ്ങൾ സൗകര്യം കൂടുതൽ ഒരുക്കിയപ്പോൾ രാത്രി വല്ലാതെ വഴുകാതായി. മറ്റേ ഓരോ സ്കൂളും നേരം വെളുക്കുന്നത് വരെ മത്സരങ്ങൾ ഉണ്ടാവും. നേരം വെളുക്കുന്നവരെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ജോലി കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും കയറി വരാറുണ്ട്. ഇത്തവണ അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. കോൽക്കളിയൊക്കെ കഴിഞ്ഞ വർഷം ഞങ്ങൾ അവതരിപ്പിച്ച് രാത്രി 10 മണിക്ക് വന്നെടുക്കുക. ഈ വർഷം കോൽക്കളി 4, 4:30, 5 മണിയായപ്പോൾ കോൽക്കളി തീർന്നു എന്നുള്ളതാണ്. അതും ഇവിടുത്തെ സംഘാടകരുടെ മികവായിട്ട് ഞാൻ കാണുന്നത്. ശരിക്കും അങ്ങനെയാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സാധാരണ ഇതിന്റെ ഒരു മുന്നൊരുക്കത്തിലൊക്കെ നമ്മൾ മീറ്റിംഗിൽ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയം കൂടിയായിരുന്നു 12 മണി 1 മണിക്കൊക്കെ ഉണ്ടാവുന്ന സൗകര്യങ്ങൾ ഒരുക്കണം, ആ സമയത്ത് വളണ്ടിയേഴ്സിനെ ഡ്യൂട്ടിക്ക് ഇടണം എന്നുള്ളതൊക്കെ. പക്ഷെ രാത്രി 10 മണിക്ക് അപ്പുറം ഇതേവരെ പോയിട്ടില്ല. അതും വലിയ ഈ വർഷത്തെ, അതായത് ഒരുപാട് കാലങ്ങളായി നമ്മളിത് കാണുന്നതും കുട്ടികളെ കൊണ്ടുവന്നു സംഘടിപ്പിക്കുന്ന കൂട്ടത്തിലാണ്. അത് നോക്കുമ്പോൾ വാഴക്കാട് സംഘാടനത്തിന് ഏറ്റവും വലിയ മികവ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് രാത്രി ആവാതെ പെട്ടെന്ന് തീരുന്നു എന്നുള്ള ഒരുവിധം. ഇപ്പൊ ഇന്നലെ ഇപ്പോ ഒപ്പനവേദി കഴിഞ്ഞ 9-10 മണി മുന്നേ കഴിയുന്നുണ്ട്. അപ്പോഴും ആ ഒപ്പനവേദി മാത്രമാണ് അങ്ങനെ കുറച്ച് ഇതായത്. അത് കുറച്ച് സൗകര്യമായി. കാരണം മൊത്തം നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. സൗകര്യങ്ങളെല്ലാം കൊണ്ടും വളരെ ഗംഭീരമായിട്ടാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. വളരെ വലിയ ഒരു വിശകലനമാണ് എല്ലാ അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും മറ്റ് സ്റ്റാഫുകളായാലും ഒക്കെ നടത്തുന്നത്. വാഴക്കാടിന്റെ ഒരു മഹത്വം വിളിച്ചോതുന്ന സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്.